ഈ വർഷം നമ്മൾ അനുരഞ്ജനത്തിൻ്റെ വർഷമായി വേർതിരിച്ചിരിക്കുകയായിരുന്നു. അത് മിനിമം 5 കൊല്ലം അത് തുടരുന്ന ഒരു കാര്യമാണ്. അനുരഞ്ജനത്തിൻ്റെ വിവിധ വിഷയങ്ങളെക്കുറിച്ചും മാനങ്ങളെക്കുറിച്ചും നമ്മൾ ആലോചിക്കുകയും പഠിക്കുകയും ചെയ്യും. ഇനിയുള്ള തുടർന്നുള്ള നാളുകളിൽ ലളിതമായി നമ്മുടെ വീടുകളിലെല്ലാം ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, എല്ലാ കുടുംബങ്ങളിലും കുടുംബ പ്രാർത്ഥന ഉണ്ടായിരിക്കണം. ഇവിടെയുള്ള കൊട്ടാരക്കര ഭദ്രാസനത്തിലെ ദൈവജനത്തോട് അത് പറയണ്ട എങ്കിലും ഭദ്രാസനത്തിൻ്റെ അധ്യക്ഷൻ എന്നുള്ള നിലയ്ക്ക് ഉറപ്പാക്കിയിരിക്കേണ്ടുന്ന കാര്യം എല്ലാ കുടുംബങ്ങളിലും കുടുംബ പ്രാർത്ഥന. നിങ്ങളുടെ വായിക്കാറായ കൊച്ചു കുട്ടികളെ കൊണ്ട് വേദപുസ്തകം വായിപ്പിക്കണം. നിൻ്റെ വചനം ഞങ്ങളെ ശുദ്ധീകരിക്കുന്നു. ചെറുപ്രായത്തിൽ തന്നെ ദൈവവചനം വായിച്ച് അവർ ശുദ്ധീകരിക്കപ്പെട്ടവരായി ദൈവകൃപയിൽ വളരുന്നതിന് നിശ്ചയമായിട്ടും ഇടയാകണം. പുരുഷന്മാർ നിശ്ചയമായും വേദപുസ്തകം വായിച്ചിരിക്കണം. ഭാര്യ വായിച്ചു, മക്കൾ വായിച്ചു എന്ന് കണ്ട് നിങ്ങളവിടെ ഇരിക്കരുത്. സ്ത്രീജനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം ഞാൻ ആദ്യ ദിവസം തന്നെ പറഞ്ഞതാണ്. നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന ഭർത്താക്കന്മാർ ദൈവരാജ്യത്തിൽ കാണണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർ വേദപുസ്തകം വായിക്കുന്നുവെന്ന് നിങ്ങൾ ഉറപ്പാക്കണം. അങ്ങനെ ഏതെങ്കിലും സ്ത്രീ ചെയ്യാതിരിക്കുന്നുവെങ്കിൽ ആ പാർട്ട്ണർ അവിടെ കാണാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് ഞാൻ അർത്ഥമുള്ളൂ. അതുകൊണ്ട് അങ്ങനെ ഉദ്ദേശിക്കുന്നവർ, ഇതൊക്കെ നിങ്ങൾക്ക് വളരെ ലളിതമായും ഒക്കെ നമുക്ക് തോന്നാം, എന്നാൽ വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എല്ലാ വീടുകളിലും അത്തരത്തിലുള്ള ഒരു സംസ്കാരം നമുക്കുണ്ടാകണം. കഴിവതും ആരോഗ്യമുള്ള ആളുകൾ താഴെ ഇരുന്ന് പായിട്ട്, ഇവിടെ നമ്മുടെ ബൈബിൾ സ്റ്റഡിയിലെ അച്ഛൻ പറഞ്ഞു, ഒരു തഴപ്പാ സംസ്കാരം. അത് അച്ഛൻ്റെ അപ്പനിൽ നിന്നും അമ്മയിൽ നിന്നൊക്കെ പഠിച്ചതാണ്. ഇപ്പോഴും അവർ താഴെ ഇരുന്ന് പായിൽ അപ്പനും അമ്മയും മക്കളും ഇരുന്ന് പാട്ടുപാടി പ്രാർത്ഥിക്കുന്നു. മനസ്സിലായോ? താഴെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം കൂടുതൽ കേൾക്കുമെന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഓർത്തുകൊള്ളുക, നല്ലവരായി നിങ്ങളെ നശിപ്പിക്കാൻ സാത്താൻ ഉപയോഗിക്കുന്ന തന്ത്രമെന്ന് മാത്രമേ ഉള്ളൂ. സിമ്പിൾ കൾച്ചേഴ്സ്, ഇത് നമുക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ വേദപുസ്തകം വായിക്കാൻ മാത്രമല്ല, വേദപുസ്തകത്തെ സ്നേഹിക്കാൻ പഠിക്കണം. കാരണം ഈ കാലഘട്ടം ദൈവത്തെ നമ്മൾ കാണുന്നത് ഗോഡ് ഈസ് എ നോൺ ഇഷ്യൂ ഫോർ അസ്. നമ്മുടെയൊക്കെ കുട്ടികൾ വേദപുസ്തകത്തെ അങ്ങനെ സ്നേഹിക്കുന്നില്ല. VBS പോലും പണ്ടുള്ള പാട്ടുകൾ ഇപ്പോൾ ഇല്ല. ദ BIBLE ഈസ് ദാറ്റ്സ് ദ ബുക്സ് ഫോർ മീ. ആ പാട്ടൊന്നുമില്ല, മറ്റുള്ള പാട്ടുകളൊക്കെയാണ്. അതുകൊണ്ട് നമ്മുടെ അടിസ്ഥാനപരമായ ദൈവ സംസർഗത്തിനുള്ള വിഷയം വേദപുസ്തകത്തിൻ്റെ വായനയും പഠനവുമാണ്. അത് വായിച്ചാൽ നമുക്ക് കൃത്യമായി മനസ്സിലാകത്തില്ലെങ്കിൽ നമുക്ക് ലളിതമായ ഇപ്പോൾ അതിനുള്ള പഠനങ്ങൾ, പാഠപുസ്തകങ്ങൾ, ഡിവോഷൻസ് ധാരാളമുണ്ട്. അത് നമ്മൾ ഉപയോഗിക്കണം. അത്തരത്തിൽ ഉള്ള നല്ല പുസ്തകങ്ങൾ നിങ്ങൾ വായിക്കണം. എല്ലാ സ്ത്രീജനങ്ങളും എന്തെങ്കിലും ഒരു കൃഷി, ഒരു വെജിറ്റബിൾ തോട്ടം നിങ്ങൾക്കുണ്ടാകണം. ഞാൻ കഴിഞ്ഞ ദിവസം എവിടെ പറഞ്ഞു, ഒരു കരിയാപ്പല വെക്കാത്ത ഒരു സ്ത്രീ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധ്യതയില്ല. മണ്ണെ തൊടാതെ പരിഷ്കാരികളായി നടന്നാൽ വേറെ പരിഷ്കാരമുള്ളിടത്ത് പോകാമെന്നുള്ളതല്ലാതെ ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങളല്ലാതെ. അതുകൊണ്ട് ഒരു ചെറിയ കൃഷിത്തോട്ടം, ഇവിടെ നമ്മുടെ അച്ഛന്മാരുടെ കൊച്ചമ്മമാരെല്ലാം ഓരോ കൃഷിത്തോട്ടങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. 3-4 പേര് ചെയ്യാനുണ്ട്, ബാക്കിയുള്ളവരെല്ലാം ചെയ്തു. അവർ ഈ അടുത്ത വർഷം തൊട്ട് ചെയ്തോളാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വിഷമില്ലാത്ത നല്ല വെജിറ്റബിൾസ് നമുക്ക് കഴിക്കുകയും ചെയ്യാം. ഇതെല്ലാം ആത്മീയതയുടെ ഭാഗമാണോ എന്ന് ചോദിച്ചാൽ നിശ്ചയമായിട്ടും ഇതൊക്കെ ആത്മീയതയുടെ ഭാഗമാണ്. ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ വചനവർഷത്തിൽ, ഇയർ ഓഫ് റെക്കൺസിലിയേഷനിൽ നമുക്ക് ഈ പഠിച്ച കാര്യങ്ങളെല്ലാം നമുക്ക് പ്രാവർത്തികമാക്കണം. ഉത്സാഹത്തിൽ മടിപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിക്കുന്നവരായിട്ട് നമുക്ക് തീരണം. എല്ലാ ആളുകളും നിങ്ങൾ ദശാംശം പരിശീലിക്കണം. ദശാംശം അങ്ങനെ നമ്മൾ ചെയ്താൽ
നമുക്കൊരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാം. ഇന്നലെ മിനിഞ്ഞാന്ന് നമ്മൾ പഠിച്ച വാക്യം, ഉണ്മാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ മതിയെന്ന് വെക്കുക. അതൊന്നും വെക്കണ്ട, കുറേ ഏറെ ആയിക്കോട്ടെ, എന്നാലും മറ്റുള്ളവരെ സഹായിക്കത്തക്കവണ്ണം ഉള്ള ഒരു സംസ്കാരം, ഒരു ബോധം നമുക്ക് പ്രധാനമാണ്. നമ്മൾ ഈ വായിച്ചതിൽ ഇവിടെ തിരുമേനി ഇപ്പോൾ ഓർമ്മിപ്പിച്ചതുമായൊരു കാര്യം, നമ്മുടെ പള്ളികളിലെല്ലാം മുഖപക്ഷമുണ്ട്. വലിയവൻ ചെറിയവൻ, പഠിപ്പുള്ളവൻ പഠിപ്പില്ലാത്തവൻ. യേശു പറഞ്ഞു മുഖപക്ഷം പാടില്ല, മുഖപക്ഷം പാടില്ല. അനുരഞ്ജനത്തിൻ്റെ സമൂഹമായ നമ്മൾ ഇന്നലെ തീരുമാനിച്ച തീരുമാനത്തിൽ പെടുന്നതാണ്, ഞങ്ങൾ ഇനിയും ഞങ്ങളുടെ ഇടവകയിൽ മുഖപക്ഷം ഉണ്ടാകുകയില്ല. ആ രീതിയിലുള്ള സാഹോദര്യത്തിൻ്റെ പുതിയ നന്മ നമുക്ക് ഉണ്ടാകണം. സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരുപാട് സമയം നിങ്ങളും നിങ്ങളുടെ കുട്ടികളും ചെലവഴിക്കരുത്. അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. 4 മണിക്കൂർ വരെ ഈ സ്ക്രീനിൽ ചെലവഴിക്കുന്ന സ്ത്രീകളും കുട്ടികളും ഉണ്ടെന്നാണ് ഈ അടുത്തൊരു മീറ്റിങ്ങിൽ ആരോ ഇതൊക്കെ പഠിച്ച ആളുകൾ പറഞ്ഞത്. അങ്ങനെ നിങ്ങൾക്ക് കാണാം. പക്ഷേ എനിക്കൊരു ചെറിയ ഫോർമുല നിങ്ങൾക്ക് പറയാനുണ്ട്. 4 മണിക്കൂർ ഈ വാട്സപ്പിലും മറ്റ് സ്ക്രീനിലും ചെലവഴിക്കുന്ന നിങ്ങൾ 4 മണിക്കൂർ ഒരു 20 മിനിറ്റെങ്കിലും വേദപുസ്തകം വായിക്കാനും കുടുംബ പ്രാർത്ഥനയ്ക്കും കുട്ടികളോട് സംസാരിച്ചിരിക്കാനും വീട്ടിൽ ഒരു സ്നേഹ കൂട്ടായ്മ നടത്തുന്നതിനും ന്യായമായ ഒരു കാര്യമുണ്ട്. ഒരു കാര്യത്തിൽ തർക്കമില്ല, ആനുപാതികമല്ലാത്തതെല്ലാം അപകടമാണ്. നമ്മുടെ മൂക്കിന് ഒരു വലിപ്പമുണ്ട്, കുറച്ചുകൂടി വളർന്നാൽ അത് ഇന്ദിരാഗാന്ധിയെ പോലെ തോന്നുന്നു എന്നൊക്കെ. പിന്നെ അത് കൂടുതൽ വളർന്നാൽ തുമ്പിക്കൈ പോലെ ആയിപ്പോവും. ദെൻ ഇറ്റ് ഈസ് ഇൻഫെമിറ്റി. എല്ലാവരും നിങ്ങൾ ചെലവഴിക്കുന്ന സമയത്തിന് ആനുപാതികമായി വചന വായനയും വീട്ടിൽ കുടുംബങ്ങൾ ഒരുമിച്ചിരുന്ന് അപ്പനും അമ്മയും മക്കളും ഭക്ഷണം കഴിക്കുകയും സ്നേഹ സംസാരം വർദ്ധിപ്പിക്കുകയും ദൈവ സംസാരിക്കുകയും ചെയ്യണം. എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പ്രസംഗിക്കുന്ന പ്രസംഗം നമുക്ക് ഇഷ്ടമാകണമെന്നില്ല, സ്വീകാര്യമാകണമെന്നില്ല. എന്നാൽ നിങ്ങളുടെ എല്ലാവരുടെയും വീട്ടിൽ സൺഡേയിലെ പ്രസംഗിച്ച വേദഭാഗം വായിച്ച് ഒരു തുടർ ചർച്ചയുണ്ടാകണം. ഞാൻ ഇവിടെ ഇരിക്കുന്ന പുരുഷന്മാരോട് ചോദിക്കും, നിങ്ങൾക്ക് ഉറക്കമൊക്കെ വരാറായതല്ല, വന്നു കഴിഞ്ഞു. നിങ്ങളുടെ അവിടെ ഇരിക്കുന്നവർ നിങ്ങളുടെ വീട്ടിൽ കഴിഞ്ഞ ആഴ്ചയുടെ മുമ്പിലത്തെ ആഴ്ച നിങ്ങളുടെ പള്ളിയിൽ പ്രസംഗിച്ച പ്രസംഗത്തിൻ്റെ ഒരു തുടർ ചർച്ച എന്ന വണ്ണം ഒരു 20 മിനിറ്റ് നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടോ? അപ്പനും അമ്മയും മക്കളോട് ഇരുന്നോ? ചെയ്തോണം. അത് ആജ്ഞയല്ല, അത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ഇത് വളരെ വളരെ പ്രധാനമാണ്. പള്ളി തീരുന്നു, എല്ലാം തീരുന്നു, ഇനി അടുത്ത ആഴ്ചയുള്ളൂ. അല്ല, പള്ളിയിൽ നടക്കുന്ന എല്ലാം ചർച്ച ചെയ്യാൻ പോണ്ട. പള്ളിയിൽ നടന്ന പ്രസംഗത്തിൻ്റെ പ്രധാന പോയിന്റുകൾ നമ്മൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യണം. ഇത് വളരെ പ്രധാനമാണ്. അങ്ങനെ ദൈവ പരിപാലനത്തെക്കുറിച്ച് യേശു ക്രിസ്തുവിൽ ആശ്രയിച്ച് ജീവിക്കാൻ ദൈവം നമുക്ക് അനുകൂലമാണെന്ന് ഉറപ്പുവരുത്തണം. ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമില്ല. നമ്മൾ വിചാരിച്ച് ഇതൊക്കെ നമ്മളുടെ എഫർട്ട് കൊണ്ടാണ്. ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കുകയാണ്. ടി ജോൺ എന്ന് പറയുന്ന മഹാനായ ഒരു അധ്യാപകൻ നമ്മുടെ സഭയ്ക്കുണ്ടായിരുന്നു. വൈദിക സെമിനാരിയിൽ പഠിപ്പിച്ച ആളാണ്. പല ഭാഷയും പല വിഷയവും പഠിപ്പിക്കാൻ പ്രാവീണ്യം നേടിയ ആളാണ്. അദ്ദേഹത്തിൻ്റെ ജീവിത കഥയിൽ അദ്ദേഹം ഒടുവിൽ എഴുതിയിട്ടുള്ളൊരു കാര്യമുണ്ട്. ഞാൻ സൺഡേ സ്കൂളിൽ പഠിക്കുമ്പോൾ എനിക്ക് 3 കാര്യങ്ങളായിരുന്നു ആഗ്രഹം. 1, വേദപുസ്തകം 100 പ്രാവശ്യം വായിക്കണം, MA വരെ പഠിക്കണം. 3, യേശുവിൻ്റെ പാദസ്പർശനമേറ്റ യേശു നടന്ന പലസ്തീനിൽ മരിക്കുന്നതിന് മുമ്പൊന്ന് പോകണം. അദ്ദേഹം തുടർന്നെഴുതി, ഒരു ദരിദ്രൻ്റെ ഇങ്ങനെയുള്ള ആഗ്രഹമെല്ലാം അതോടുകൂടി മരിക്കുകയുള്ളൂ, അതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് വിചാരിച്ചു. പക്ഷേ അദ്ദേഹം ജീവിതാവസാനത്തിൽ അദ്ദേഹം പറഞ്ഞു, 100 പ്രാവശ്യം വേദപുസ്തകം വായിക്കുക എന്നുള്ളത് സർവശക്തനായ ദൈവം എനിക്ക് വായിക്കാൻ ഉള്ള അവസരം നൽകി. MA വരെ പഠിക്കണമെന്ന് ആഗ്രഹിച്ച് ഞാൻ അമേരിക്കയിൽ നിന്ന് ഡോക്ടറേറ്റ് എടുത്തു. പലസ്തീനിൽ 1 പ്രാവശ്യം പോയി കാണണമെന്ന് ആഗ്രഹിച്ച ഞാൻ 12 വർഷം ഞാൻ പലസ്തീനിൽ പഠിപ്പിച്ചു. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഞാൻ ആശിച്ചതും നനച്ചതുമെല്ലാം ദൈവം സാധിച്ചു എന്നല്ല എനിക്ക് പറയാനുള്ളത്. ആശിച്ചതിലും നനച്ചതിലും അത്യന്തം പരമായി ദൈവത്തിൻ്റെ കരുണ. ഇത് വിശ്വസിക്കുന്ന ആളുകൾക്കൊന്ന് കൈവക്കാം. ഇത് വിശ്വസിക്കുന്നവർ
കൈതാത്തിടാം. ഇതാണ് സ്നേഹിതരെ ദൈവവിശ്വാസികളായ നമ്മുടെ ബലം. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ, പ്രതികൂലം വരിക എന്ന് പറഞ്ഞാൽ കനി വരത്തില്ലെന്നോ വിഷമം വരുത്തുന്നില്ല. ഏത് സാഹചര്യത്തെയും അഭിമുഖീകരിക്കാനും അതിജീവിക്കുവാനുമുള്ള കൃപ നമുക്ക് ദൈവം തരും. സ്നേഹിതരെ, പിൻപിലുള്ളതെല്ലാം മറക്കാം, എല്ലാം മറക്കാം. മുൻപിലുള്ളതിനായ ക്രിസ്തുയേശുവിൽ പരമവിളിയുടെ ലാക്കിലേക്ക് നമുക്ക് ഓടാം. ക്ഷമ ചോദിക്കാനുള്ളവരോട് ക്ഷമ ചോദിക്കണം. ഇതാണ് നമ്മൾ നടത്തിയ പ്രധാനപ്പെട്ട കാര്യം. ഈ ഭാഗം അവസാനിപ്പിക്കുമ്പോൾ ഓർത്തഡോക്സ് സഭയിലെ ഏറ്റവും ബഹുമാന്യനായ വലിയ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഓസ്താത്യോസ് തിരുമേനി മരിക്കുന്നതിന് മണിക്കൂറുകൾ മുമ്പ് അദ്ദേഹത്തിൻ്റെ ഭദ്രാസനത്തിലുള്ള ദൈവജനത്തിനും അച്ഛന്മാർക്കും അദ്ദേഹം ഒരു എഴുത്തെഴുതി. ദീർഘമായ അതിൽ ഉള്ള കാര്യങ്ങൾ വായിക്കുന്നില്ല, 1-2 കാര്യങ്ങൾ വായിക്കുക. ചോദിച്ചതിലും നനച്ചതിലും അധികമായ കൃപകളെ കൊണ്ട് ദൈവം അത്ഭുതകരമായി എന്നെ നടത്തി. ഒരു സാധാരണ മനുഷ്യനായ എനിക്ക് ഇന്നെല്ലാം ഉള്ളവനായി ഞാൻ മടങ്ങുന്നു. എന്നാൽ ഇന്ന് നിങ്ങളോട് വിട പറയുമ്പോൾ, എല്ലാം ഉള്ളവനായി ഞാൻ മടങ്ങിപ്പോകുമ്പോൾ, അതേ ദൈവം തൻ്റെ കൃപയാൽ നിങ്ങളെയും നടത്തട്ടെ. വാത്സല്യമുള്ളവരെ, എൻ്റെ ജീവിതയാത്രയിൽ എനിക്ക് ആരോടും പ്രയാസമില്ല. എൻ്റെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഞാൻ ആരെയെങ്കിലും ഏതെങ്കിലും വിധത്തിൽ പ്രയാസപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. മരണത്തിൻ്റെ വാതിൽ കടന്ന് പരലോകത്തിലെത്തേണ്ട സമയം ഇതാ തൊട്ട് അടുത്തിരിക്കുന്നു. നമ്മുടെ യാത്രയിൽ ദൈവികമായ കൃപയും ആശ്വാസവും നമുക്ക് ലഭിക്കുവാൻ നിങ്ങൾ ഓരോരുത്തരും മുട്ടിപ്പായി പ്രാർത്ഥിക്കുകയും വൈദികർ എനിക്ക് വേണ്ടി വിശുദ്ധ കുർബാന അർപ്പിക്കുകയും ചെയ്യണം എന്ന സ്നേഹത്തോടെ അപേക്ഷിക്കുന്നു. ഇത് അദ്ദേഹത്തിൻ്റെ മരണ നിമിഷങ്ങളിൽ അദ്ദേഹം എഴുതിയതാണ്. നമ്മുടെ മരണ നിമിഷമല്ല, പക്ഷേ നമ്മുടെ പാപത്തിൻ്റെ മരണ നിമിഷങ്ങളാകണം ഇത്. ആരോടും പരിഭവം പാടില്ല. ഇന്ന് നിങ്ങളിവിടെ മടങ്ങിപ്പോകുമ്പോൾ നമ്മൾ കുമ്പസാരത്തിൽ പറഞ്ഞത്, ഈ ഭദ്രാസനത്തിൽ ആരും ആരോടും പകയുള്ളവരാകരുത്. ഈ ഭദ്രാസനത്തിൽ ആരും ക്ഷമ കൊടുക്കാത്തവരായി പാടില്ല, ആരും ക്ഷമ സ്വീകരിക്കാത്തവരായും പാടില്ല. നമുക്കൊക്കെ വിചാരമുണ്ട്, അവിടെ പോയാൽ അവൻ എന്ത് ചെയ്യും, ഇവിടെ പോയാൽ എന്ത് ചെയ്യും. ഇവിടെ ബൈബിൾ ക്ലാസ് എടുത്ത അച്ഛൻ ഇന്നലെ കഴിഞ്ഞ ദിവസം പറഞ്ഞതായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം പറയാം. അദ്ദേഹം ആദ്യ സമയത്ത് അച്ഛനായിരിക്കുന്ന സമയം മലബാറിലാണ്. അവിടെ ഒരു കൊയറൊക്കെ സംഘടിപ്പിക്കുകയാണ്. കുറേ ആളുകളെയൊക്കെ സംഘടിപ്പിച്ചു. അപ്പോൾ അതിനൊരു ചെറിയ സ്ഥലമൊക്കെ പള്ളിയുടെ മുന്നിൽ പിറ്റേ സാറ്റർഡേയിലെല്ലാം ക്രമപ്പെടുത്തി. സൺഡേയിൽ അച്ഛൻ വേറെ പള്ളിയിലാണ്. തിരിച്ചു വരുമ്പോൾ ഒരുത്തൻ വഴിയിൽ നിന്ന് സ്കൂട്ടറിന് കൈ കാണിച്ചു. അച്ഛാ നിൽക്കണം, എന്താ കൊയറും കയറുമെന്നും അവിടെ ഇല്ല. കൊയറിൻ്റെ വെഞ്ചല എടുത്ത് വെളിയിൽ കളഞ്ഞു. തമ്മിൽ കൂട്ടശല്യം, അടി. അച്ഛൻ നേരെ ആ വീട്ടിലോട്ട്, ലീഡറിൻ്റെ വീട്ടിലോട്ട് പോയി. അച്ഛൻ ഞാൻ പറഞ്ഞു എന്താണെന്ന് അറിയാതെ വണ്ണം വളരെ എല്ലാം കൂടെ അവിടെ ഛർദ്ദിച്ചു വെക്കുന്ന പോലെ അച്ഛൻ പറഞ്ഞു. അയാളും തിരിച്ചു പറഞ്ഞു. അച്ഛൻ തിരിച്ചു പോകുന്നു. വീട്ടിൽ വന്നപ്പോൾ വലിയ സംഘർഷം മനസ്സിൽ. ദൈവമേ, അങ്ങനെയൊന്നും പറയണ്ടായിരുന്നു. അപ്പോൾ അടുത്ത ചിന്ത മനസ്സിൽ, അങ്ങനെ പറഞ്ഞേ ഒക്കുകയുള്ളൂ, ഇവനെയൊക്കെ പാഠം പഠിപ്പിക്കണമെങ്കിൽ അങ്ങനെ വേണം. ഏതായാലും രാത്രി കിടന്നു, ഉറങ്ങിയില്ല. രാവിലെ സ്കൂട്ടർ എടുത്തുകൊണ്ട് ആ വീട്ടിൽ ചെന്നു. ഒരു മരണ വീട് പോലെ ആയിരിക്കുന്നു. ആ വീട്ടിലെ ഗൃഹനാഥ അച്ഛനോട് പറഞ്ഞു, അച്ചോ, ഇന്നലെ ഞങ്ങളാരും ഭക്ഷണം കഴിച്ചില്ല, ഉറങ്ങിയില്ല. അച്ഛൻ പറഞ്ഞു, ഞാനും ഉറങ്ങിയില്ല. വലിയ കെട്ടിപ്പിടുത്തം, കണ്ണുകൾ നിറയുന്നു. അച്ഛൻ പറഞ്ഞു, ആ പള്ളിയിൽ സന്തോഷത്തോടെ തുടർന്നു എന്ന് മാത്രമല്ല, ഈ ആളുകളെല്ലാം അച്ഛൻ്റെ വലിയ സുഹൃത്തുക്കളാണ്, മാർത്തോമാ സഭയുടെ അംഗങ്ങളെ. ഒരാളിനോട് പോയി പറഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്നൊക്കെ ഉള്ളത് നമുക്ക് രക്ഷപ്പെടാനുള്ള കുതന്ത്രങ്ങളെന്നേ ഉള്ളൂ. ആരോട് നമ്മുടെ വിഷമതകൾ പറയാൻ ആഗ്രഹിക്കുന്നു, ചെയ്ത ചെയ്തികളോട് സോറി എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു, 100% അത് വെൽക്കം ചെയ്യും. അങ്ങനെ നമുക്ക് ജീവിക്കണം.
അതോടെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. 2025 റെക്കൺസിലിയേഷൻ അല്ലെങ്കിൽ ഈ ഒരു വർഷത്തെ പഠനം നമ്മൾ തീർക്കുന്നില്ല, തുടരുന്നു. എങ്കിലും 2025 കുർബാന വർഷമായിരിക്കും എന്ന് ദൈവനാമത്തിൽ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ഇയർ ഓഫ് യൂക്കറിസ്റ്റ്, വിശുദ്ധ കുർബാനയുടെ ജീവിതം. നമുക്കറിയാം, നമ്മുടെ വിശ്വാസത്തിൻ്റെ കേന്ദ്രം അന്തസാര സത്ത കുർബാനയാണ്. കുർബാനയാണ് സഭയെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ വിശുദ്ധ കുർബാനയിൽ യേശു പറഞ്ഞു, നിങ്ങളിനി ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യണം എന്ന് പറഞ്ഞു. ഓരോ കുർബാനയും കർത്താവ് ജീവിക്കുകയും സഹിക്കുകയും ക്രൂശിൽ മരിക്കുകയും ചെയ്ത ആ കൃത്യത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഒരു തുടർച്ചയായി നമ്മൾ ചെയ്യുകയാണ്. കുർബാന സമയത്ത് യേശു പറഞ്ഞത് ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യണമെന്നാണ്. കുർബാന കാണാനോ ചൊല്ലാനോ ദൈവം പറഞ്ഞില്ല. ഡൂ ദിസ്, ഞാൻ ചെയ്തതുപോലെ ഒരായുസ് മുഴുവൻ ചെയ്തത് ഒറ്റ ആക്റ്റിൽ സംഗ്രഹിച്ച് കർത്താവിൻ്റെ വരവോളം തുടരണമെന്ന് പറഞ്ഞ ഈ വലിയ ദർശനം നമ്മുടെ ആയുസ്സിലൂടെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ പറഞ്ഞതുപോലെ ക്രിസ്തുവിൻ്റെ പകരക്കാരായി തീരുന്നതിനാണ്. യേശു പറഞ്ഞു, ഇതെൻ്റെ ശരീരമാണ്, ഇത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി മുറിക്കുകയാണ്. ഇതെൻ്റെ രക്തമാണ്, ഇത് നിങ്ങൾക്ക് വേണ്ടി ചിന്തുകയാണ്. ഓരോ പള്ളിയും വിശുദ്ധ കുർബാന അനുഷ്ഠിച്ചും സ്വീകരിച്ച് നമ്മൾ വിശുദ്ധ കുർബാനയായി മാറണം. അടുത്ത ഒരു വർഷം ഈ സഭയുടെ അതിപ്രധാനമായ ഈ കൂദാശ നമ്മൾ ക്രമീകൃതമായും ക്രമാനുഗതമായും പഠിക്കുന്ന വർഷമായിരിക്കും. അങ്ങനെ ഒരു റെക്കൺസൈൽ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഒരു യൂക്കറിസ്റ്റിക് കമ്മ്യൂണിറ്റിയാണ്. അങ്ങനെയുള്ള ഒരു വിശുദ്ധ കുർബാന സമൂഹമായി ജീവിക്കണം. വീട് വെക്കുന്നത് വലിയ പ്രയാസമുള്ള കാര്യമല്ല. എന്നാൽ അടുത്ത 5 വർഷം കൊണ്ട് നമ്മുടെ ഇടവകകളെല്ലാം ദൈവരാജ്യത്തിൻ്റെ പതിപ്പുകളാണ്. അത് ഭക്ഷണവും പാനീയവുമല്ല, ലൗകിക കാര്യങ്ങളിലല്ല, അത് നീതിയും സമാധാനവുമുള്ള ദൈവിക ദർശനത്തിൻ്റെ സമയമാണ്. ആ സമർപ്പണത്തോടെ നമുക്ക് പോകാം. നമ്മുടെ ആയുസ്സിൽ ഇനി അടുത്ത ഒരു വർഷം നമ്മൾ ദൈവത്തോട് അതിന് പ്രാർത്ഥിക്കണം, ഒരുങ്ങണം. അതിൻ്റെ ഒരു വിശദാംശങ്ങൾ എല്ലാം തുടർന്നുള്ള നാളുകളിൽ നമുക്ക് കൈകാര്യം ചെയ്യാം. നമ്മുടെ ക്രിസ്തീയ കീർത്തനങ്ങളിലെ ഏറ്റവും മനോഹരമായ പാട്ടും എനിക്ക് എത്ര പാടിയാലും കേൾക്കാൻ മതി വരാത്തതുമായ പാട്ടാണ്. അതിൻ്റെ അവസാനത്തെ സ്റ്റാൻസ ഇങ്ങനെയാണ്: കർത്തൻ പേർക്ക് രാപ്പകൽ അധ്വാനം ഞാൻ ചെയ്ത് വാർത്ത ഞാൻ ചൊല്ലിയിടട്ടെ, പേർ വിളിക്കും നേരം കാണും എൻ പേരും. സ്നേഹിതരെ, നമുക്ക് പോകാം ലോകത്തിലേക്ക്. വിശ്വാസത്തിൻ്റെ യാത്രയിൽ തോറ്റുപോകാതെ എല്ലാം പരസ്പരം പറഞ്ഞ് റെക്കൺസൈൽ ചെയ്ത് അനുരഞ്ജനപ്പെട്ട് നമ്മുടെ ഇടവകൾ അത്തരത്തിലുള്ള ഒരു ക്രമത്തിലേക്ക് നീങ്ങുകയാണ്. നീങ്ങിയേ പറ്റുകയുള്ളൂ.